Dear students, we can continue our class. അഞ്ചാമത്തെ ടോപ്പിക് alternative approach to the political business cycles. Okay. In the theoretical literature on political business cycle, which has developed since the mid 1970s, we can distinguish the four main approaches which have evolved in two separate phases. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ അത് നമുക്കറിയാം, ഈ 1970 ശേഷം ഇക്കണോമിക്സിൽ വന്ന അല്ലെങ്കിൽ റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ തിയറി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, വി ക്യാൻ സീ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോച്ച്. 4 പ്രധാനപ്പെട്ട അപ്രോച്ചുകളും അത് 2 സെപ്പറേറ്റ് ഫേസസിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ അസംഷൻസ് അണ്ടർലൈൻ ഓൾ ദീസ് ഡിഫറെൻറ്റ് അപ്രോച്ചസ്, okay, which are summarized in the following 10.1 table. Okay, see the table. During the first phase, that means the late 1970s, the first economist Nordhaus 1975 developed an opportunistic model of the political business cycle. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഓക്കെ, 1975 നോർഡസ്, നിങ്ങൾക്ക് പഠിക്കാണ്ട് ഒരു സെപ്പറേറ്റ് തിയറി. അപ്പോൾ നോർഡസ് ഡെവലപ്ഡ് ആൻ ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ ഓഫ് ദ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾ. ഓക്കെ, ദിസ് വാസ് ഫോളോവഡ് ബൈ ഹിബിസ്, അദ്ദേഹം 77 who emphasized ideological rather than office motivated consideration. അപ്പോൾ ഇയാളുടെ നോർഡസ് ഒരു ഓഫീസ് മോട്ടിവേറ്റഡ് കൺസിഡറേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ. ഓക്കെ, പക്ഷേ ഹിബിസിൻ്റെ 1970s മോഡൽ വിച്ച് എംഫസൈസ്ഡ് ഐഡിയോളജിക്കൽ കൺസിഡറേഷൻസ്. ഓക്കെ, ആഫ്റ്റർ എ പീരീഡ് ഓഫ് റിലേറ്റീവ് നെഗ്ലക്റ്റ്, എ സെക്കൻഡ് ഫേസ്, ഇതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഫേസ് of politico-economic models emerged in the mid-1980s, and research in this area has continued to flourish even ever since. അതിന് ശേഷമാണ് ഒന്നുകൂടെ കൂടുതൽ ഒരുപാട് പഠനങ്ങൾ ഈ ഏരിയയിൽ വരുന്നത്. ഓക്കെ, ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂ ക്ലാസിക്കൽ തിയറീസ്, നമുക്കറിയാം ന്യൂ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക്സ് തിയറീസ് ഉണ്ട്. അത് അവരുടെ സ്വാധീനം ഈ ലാസ്റ്റ് വന്ന 80s ശേഷമുള്ള ഇവരെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി നമുക്കറിയാം ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് റാഷണൽ തിങ്കിങ്. ഓക്കെ, ദർഫോർ ദ ഇൻകോർപ്പറേറ്റ് ദ അസംഷൻ ഓഫ് rational economic agents and voters. Okay, while economists such as Rogoff and Siebert 88, okay, they developed അതുകൊണ്ടാണ് റാഷണൽ ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ. റാഷണൽ എന്താ വെച്ചാൽ ന്യൂ ക്ലാസിക്കൽ മൈക്രോ എക്കണോമിക്സിൻ്റെ അസംഷൻ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അലിസിന 1987 she produced a rational partition theory. അപ്പോൾ നാഷണൽ പാർട്ടീഷ്യൻ തിയറിയാണ്, അതിനെ പറഞ്ഞ പേരാണ് ന്യൂ പൊളിറ്റിക്കൽ മൈക്രോ എക്കണോമിക്സ്, അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വെർഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ഈ തിയറിയാണ് ഈ അലിസിനെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, നൗ വി ക്യാൻ കം ടു ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി, നോർഡസ് ഓപ്പർച്യൂണിസ്റ്റിക് മോഡൽ. ഓക്കെ, the modern literature on political business cycles was stimulated by the seminal paper of Nordhaus 1975 നോർഡസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തൊരു പേപ്പർ ആണ് ആക്ച്വലി ഈ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിൾസിന്, ഈ തിയറീസിന് ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 75 പേപ്പറാണ്. അക്കോർഡിംഗ് ടു ഹിം, HI ഉള്ളൂ, M ഉണ്ട് അവിടെ കേട്ടോ.
typing mistake. According to him, the party in power chooses economic policies during its incumbency which maximize its majority at the next election. അപ്പോൾ ഭരണത്തിലുള്ള ടീമുണ്ടല്ലോ, പാർട്ടി ഉണ്ടല്ലോ, അവരെപ്പോഴും എന്താണ്, ദ വിൽ മാക്സിമൈസ്, ദ വിൽ ചൂസസ് എക്കണോമിക് പോളിസീസ് ഡ്യൂറിങ് ഇറ്റ്സ് ഇൻകംബൻസ്. ഇവിടെ സമയത്ത്, ഭരണ സമയത്ത്, അധികാര സമയത്ത് അവർ പോളിസി പ്രിഫറൻസ് എപ്പോഴും എന്തായിരിക്കും, അതെപ്പോഴും അവർ ദർ തിങ്കിങ് ഹൗ ടു മാക്സിമൈസ് ദർ മജോറിറ്റി അറ്റ് ദ നെക്സ്റ്റ് എലക്ഷൻ. അടുത്ത എലക്ഷനിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അവരുടെ ഓരോ മാക്രോ എക്കണോമിക് പോളിസീസ്. ഓക്കെ, സിൻസ് വോട്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ഗവൺമെൻറ്റ്സ് മാക്രോ എക്കണോമിക് പെർഫോമൻസ് ബിഫോർ ദി എലക്ഷൻ. കാരണം നമുക്കറിയാം എലക്ഷൻ്റെ റിസൾട്ട് എപ്പോഴും ഈ കഴിഞ്ഞ റീസെൻ്റായിട്ട് അവിടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇൻകംബൻസിയിലുള്ള പിന്നെ സർക്കാർ അല്ലെങ്കിൽ പിന്നെ പാർട്ടി പൊളിറ്റീഷ്യൻസിൻ്റെ പെർഫോമൻസിന് എലക്ഷന് മുമ്പുള്ള പീരീഡിലുള്ള പെർഫോമൻസിന് അതിനനുസരിച്ചിരിക്കും. ഓക്കെ, പൊളിറ്റീഷ്യൻസ് will be tempted to manipulate a policy instrument so that the policy outcome are most favorable around the election period. അപ്പോൾ ഒരു സംശയമില്ല, ഈ രാഷ്ട്രീയക്കാരെന്ത് ചെയ്യുന്നു, അവരുടെ പോളിസി ഇൻസ്ട്രുമെൻസിൽ പോളിസി ഔട്ട്കംസ് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എലക്ഷൻ ജയിക്കാൻ വേണ്ടി. ദ ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസസ് ഓഫ് സച്ച് ബിഹേവിയർ on the part of government is that policies are implemented in democracies which are biased against the future generation. അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഫ്യൂച്ചർ ജനറേഷന് അതൊരു അഡ്വേഴ്സ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്നാണ് നോട്ടസ് പറയുന്നത്. ദസ് while election and electoral competition are necessary to increase accountability of government, they are also likely to be introduced potential damaging distortion to the policy making process. പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഒരു പോളിസി മേക്കിംഗ് വളരെ, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റഡ് പോളിസി അത്യാവശ്യമാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഡാമേജിങ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജനറേഷനെ അഡ്വേഴ്സായിട്ട് ബാധിക്കും ഇതുപോലത്തെ പോളിസി പ്രോസസ്. ഓക്കെ, നൗ there are several assumptions put forwarded by the notice in his not opportunistic model. ഓക്കെ, ഇത് അസംഷൻ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിൽ ഇദ്ദേഹം കൊടുത്തത് N1, N2, N3 ആ രൂപത്തിലാണ്. ഫസ്റ്റ് അസംഷൻ, ദാറ്റ് മീൻ N1, the political system contains two parties, രണ്ട് പാർട്ടീസാണ് ഉള്ളത്. Second, both the parties are interested in maximizing political profit rather than engaging in ideological programs. ഓക്കെ, അപ്പോൾ എപ്പോഴും അവരുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് they always try to maximize political profit. ഓക്കെ, തേർഡ്, ടൈമിംഗ് ഓഫ് ഇലക്ഷൻ ഈസ് എക്സോജീനിയസ്ലി ഫിക്സഡ്. അപ്പോൾ എലക്ഷൻ ടൈം എക്സോജീനിയസ്, അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ വോട്ടേഴ്സ് ആർ ഐഡൻറ്റിക്കൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അസംഷനാണ്. ഇൻഡിവിജ്വൽ വോട്ടേഴ്സ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഹാവ് അഗ്രിഗേറ്റ് അൺഎംപ്ലോയ്മെൻറ്റ്, ദാറ്റ് മീൻ UT അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻ ദെയർ പ്രിഫറൻസ് ഫങ്ഷൻ. അപ്പോൾ ഇൻഡിവിജ്വൽ വോട്ടേഴ്സിന് അവരുടെ ആരെ എലക്ട് ചെയ്യണം എന്നുള്ളൊരു പ്രിഫറൻസ് ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട വേരിയബിൾസ് ഉള്ളത്, ഒന്ന് അഗ്രിഗേറ്റ് അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും. ഓക്കെ, ഇപ്പോൾ ഇൻഡിഫറൻസ് കർവിൽ രണ്ട് കമ്മോഡിറ്റി ഇല്ല, X and Y. പക്ഷേ ഇവിടെ ഈ പ്രിഫറൻസ് ഫങ്ഷനിൽ ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പ്രിഫറൻസ് ഫങ്ഷൻ വിച്ച് ഈസ് ജസ്റ്റ് ലൈക്ക് എന്താണ്, ഇൻഡിഫറൻസ് കർവ്, കോമ്പിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ. അങ്ങനെയുള്ളൊരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, അത് ഈക്വലി പ്രിഫറബിൾ പോയിൻ്റ് ആയിരിക്കും ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഫങ്ഷനിൽ. ഓക്കെ, അങ്ങനത്തെ ഒരു ഫങ്ഷൻ. അപ്പോൾ അവിടെ എന്താണ്, ഇൻഡിവിജ്വൽ വോട്ടേഴ്സ് ആർ ഐഡൻറ്റിക്കൽ ആണ് അതിൻ്റെ ആ പ്രിഫറൻസ് ഫങ്ഷൻ, ഈ രണ്ട് പ്രധാനപ്പെട്ട വേരിയബിൾസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു അസംഷനാണ് ലോ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ആർ പ്രിഫേർഡ്. അത് നമുക്ക് ഊഹിച്ചാൽ അറിയാം. അപ്പോൾ അതിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഫങ്ഷൻ, ഡിഫറെൻറ്റ് പ്രിഫറൻസ് ഫങ്ഷൻസ് ഉണ്ട്. ലോവർ ലെവൽ ഓഫ് ഉള്ള പ്രിഫറൻസ് ഫങ്ഷൻ,
ഹയർ ലെവലിലുള്ള പ്രിഫറൻസ് ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഡിഫറൻസ് കർവ് പോലത്തെ ഒരു പ്രിഫറൻസ് ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും ജനങ്ങളുടെ അല്ലെങ്കിൽ വോട്ടേഴ്സുടെ ഈ സെലക്ഷൻ എന്ന് പറയുന്നത്, താല്പര്യം എന്ന് പറയുന്നത് ലോവർ ലെവൽ ഓഫ് ഉള്ള ലോവർ ഇൻഡിഫറൻസ് കർവ് പോലെ ലോവർ പ്രിഫറൻസ് ഫങ്ഷനും ആയിരിക്കും. അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും വളരെ കുറവ് ഏതാണോ ഉള്ള പ്രിഫറൻസ് ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി വോട്ടേഴ്സ് മേക്ക് പൊളിറ്റിക്കൽ choices based on the past performance of incumbent politicians in managing the economy during their term of office. അപ്പോൾ പൊളിറ്റിക്കൽ ചോയ്സ്, ആർക്ക് വോട്ട് ചെയ്യണം, ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ, ഇൻകംബൻസിയിലുള്ള സർക്കാരിൻ്റെ പെർഫോമൻസ്, അവർ എക്കോണമി എങ്ങനെ മാനേജ് ചെയ്തു അവരുടെ ടൈമിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ വോട്ടേഴ്സ് ഹാവ് നോ ഫോർസൈറ്റ്, ദാറ്റ് മീൻ ദേ ആർ മയോപിക് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് സിക്സ് അസംഷൻ, വോട്ടേഴ്സ് ആർ ഇഗ്നറൻറ്റ് ഓഫ് ദി മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക്. മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്കിനെ കുറിച്ച് ഇഗ്നറൻ്റ് ആണ്. ഒരു മാക്രോ എക്കണോമിക് കണ്ടീഷൻ ഓക്കെ എന്തായിരിക്കും എന്നുള്ളത് ഇവർക്കാർക്കും ഈ വോട്ടേഴ്സിന് അറിയില്ല. ദേ ആർ ഇഗ്നറൻറ്റ്. ആൻഡ് 7, expectations of inflation are formed adaptive. അപ്പോൾ ഇവരുടെ ഈ തിയറിയുടെ അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ ആണ്. ഓക്കെ, നോട്ട് റാഷണൽ. ഓക്കെ, അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ, നോട്ട് റാഷണൽ എക്സ്പെക്റ്റേഷൻ. അപ്പം നോഡസ് ഈസ് എ സപ്പോർട്ടർ ഓഫ് അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ. പക്ഷെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മോഡൽ 1980 ശേഷം വന്നത് ദേ ആർ ദ സപ്പോർട്ടേഴ്സ് ഓഫ് റാഷണൽ എക്സ്പെക്റ്റേഷൻ. പക്ഷെ ഇയാൾ എന്തായിരുന്നു അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ തിയറീസും ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസും നോർഡസ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ദാറ്റ് മീൻ വാട്ട് ഈസ് മീൻ ബൈ അഡാപ്റ്റീവ് എക്സ്പെക്റ്റേഷൻ? ദാറ്റ് ഈസ് ഏജൻറ്റ്സ് ആർ ബാക്ക്വേർഡ് ലുക്കിംഗ്. Okay, in N8, last assumption, policy makers can control the level of unemployment by manipulating aggregate demand, that is through fiscal and monetary policies. By introducing fiscal and monetary policies, the policy makers can control the level of unemployment. ഓക്കെ, അതാ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് അപ്രോപ്രിയേറ്റ് പോളിസി അഡോപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോളിസി ചേഞ്ച് വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അൺഎംപ്ലോയ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നൗ ദ നോട്ടസ് അസ്യൂംസ് ആൻഡ് ഫോർ അസംഷൻ അല്ലേ? ആൻഡ് ഫോർ അസംഷൻ എന്താ? ദാറ്റ് ദേ ഹാവ്, പിന്നെ വോട്ടേഴ്സ് ഹാവ് എന്താണ് പ്രിഫറൻസ് ഫങ്ഷൻ വിച്ച് ഹാവ് 2 ഔട്ട്കം. ദാറ്റ് മീൻ ഏതൊക്കെയാണ്? ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ? അപ്പോൾ Norton's assumes that policy decision will be based on the observed aggregate voting function, okay, which reflect individual preference. This is described by equation. അപ്പോൾ ഇനി വോട്ടിംഗ് ഫങ്ഷൻ അല്ലെങ്കിൽ പ്രിഫറൻസ് ഫങ്ഷൻ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. അവിടെ 2 പ്രധാനപ്പെട്ട വേരിയബിൾ ആണ്. അപ്പം പ്രിഫറൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് വോട്ടിംഗ് പ്രിഫറൻസ് ആണ്. അപ്പോൾ വി ടി വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് ജി ഈസ് ഓൾസോ ഫങ്ഷൻ. ഇവിടെ ജി എന്നാണ് ഈ ടെക്സ്റ്റ് കൊടുത്തത്, ഞാൻ ടെക്സ്റ്റ് നിന്ന് കോപ്പി ചെയ്ത സാധനമാണ്. ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് യു ടി പി ടി. യു ടി എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ്, പി ടി എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ. വേർ യു ടി ഈസ് ലെസ് ദാൻ 0 ആൻഡ് പി ടി ഈസ് ആൾസോ ലെസ് ദാൻ 0. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഡിക്രീസിങ് ഫങ്ഷനാണ് അൺഎംപ്ലോയ്മെൻറ്റ്. വോട്ടിംഗ് ഫങ്ഷൻ ഈസ്, ഇതിൻ്റെ അർത്ഥം വോട്ടിംഗ് ഫങ്ഷൻ ഈസ് എ ഡിക്രീസിങ് ഫങ്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ആൾസോ എ ഡിക്രീസിങ് ഫങ്ഷൻ ഓഫ് ഇൻഫ്ലേഷൻ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സി ദി ഫിഗർ 10.3 കണ്ടോ, വിച്ച് ഷോസ്
the isovote lines of aggregate voting function V1, V2, V3, V4 കണ്ടോ കർവ് നോക്കൂ അതിൽ V1, V2, V3, V4 കണ്ടോ which indicate actually that are isovote lines isocost line പോലത്തെ isovote line of aggregate voting function V1, V2, V3 okay. Okay, iso voting function ആണ് അപ്പോൾ which indicate that percentage of votes acquired by the government or incumbent for a given policy outcome അതാണ് V1, V2, V3 അത് പെർസെൻറ്റേജ് അപ്പോൾ ഓരോ ഗിവൺ പോളിസി ഔട്ട്കമ്മിലുള്ള ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻകംബൻസ് പൊളിറ്റീഷ്യൻസിന് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് ഓക്കെ സിൻസ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആർ ബാഡ് ഓക്കെ അതുകൊണ്ട് തന്നെ എന്താണ് അത് അൺഎംപ്ലോയ്മെൻറ്റ് ഫസ്റ്റ് ഒരു ബാഡ്സ് ആണ് അതുകൊണ്ട് V1 always greater than V2, V2 is greater than V3, V3 is greater than V4 ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഹയർ ഇൻഡിഫറൻസ് കാർ ഗിവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആ രൂപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് V1 എന്നുള്ളത് അതാണ് എന്താ V1 is which is better than V2, V2 is better than V3, V3 is better than V4 that is a order of indifference curve പോലെ തന്നെ ഈ പ്രിഫറൻസ് ഫംഗ്ഷൻ്റെ ഓർഡർ ആണത് voters prefer any point on V1 to any point of V2 but are indifferent between points on the same isovote line അപ്പോൾ voter he will prefer any point on V1 than V2, V3 etc. പക്ഷേ is an indifferent between പോയിന്റ്സ് ഓൺ ദ സെയിം ഐസോവോട്ട് ലൈൻ ഒരു കർവിൽ ഏത് പോയിന്റും അദ്ദേഹത്തിന് ഈക്വലി പ്രിഫറബിൾ ആണ് പക്ഷേ V1, V2, V3 ഇതിലെ അതിലുള്ള പോയിന്റ്സ് ഡിഫറെൻ്റ് ആണ് ഓക്കെ അത് ഡിഫറെൻ്റ് ഒരു പ്രിഫറൻസ് ആണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് പക്ഷേ ഏതെങ്കിലും V1 സപ്പോൾ V1 ഐസോവോട്ട് ലൈനിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിഫറൻ്റ് ആണ് അതിൽ ഏതൊരു പോയിന്റും പക്ഷേ V1-ലൊരു പോയിന്റും V2-ലൊരു പോയിന്റും ഡിഫറെൻ്റ് ആണ് ഓക്കെ അതിൽ നിന്നുള്ള വോട്ടേഴ്സ് പ്രിഫറൻസ് ഡിഫറെൻ്റ് ആണ് ഓക്കെ ഗവൺമെൻറ് സീക്കിംഗ് ടു വിൻ election will endeavor to manipulate the economy toward the highest feasible vote contour to conclude with the election period. അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ് എപ്പോഴും ചിന്തിക്കുക എന്താണ് ഈ ഇൻഡിഫറൻസ് കർവ് എവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഒരു കൊണ്ടുവരാൻ പറ്റും അതിന് പോളിസിയിൽ എന്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിങ്കിങ് ആണ് സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇൻകംബൻ്റ് പോളിസി മേക്കേഴ്സിൻ്റെ ഭാഗത്തിൽ ഉണ്ടാവുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഏത് ഐസോ വോട്ട് ലൈൻ പ്രിഫർ ചെയ്യുക എന്നുള്ളത് ഓക്കെ പിന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ ഇനി ദിസ് ഈസ് അബൌട്ട് ദി പ്രിഫറൻസ് ഫങ്ഷൻ ഇനി മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് എന്താണെന്ന് നോക്കാം നോർഡസിൻ്റെ ദ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് adopted by the Nordis involves an expectation augmented Phillips-Curve framework summarized by equation. ഇതാണ് ഇനി മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് ഏതൊരു തിയറിക്കും മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നോർഡസിൻ്റെ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്വേഷൻസ് ആണ് ഫസ്റ്റ് എക്സ്പെക്ടേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിസ് കർവ് ഇദ്ദേഹത്തിൻ്റെ മോഡൽ എന്താണെന്ന് ചോദിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഗ്മെൻറ്റഡ് ഇതൊക്കെ അതിന് ടീച്ചർ നിങ്ങൾ സൂപ്പറായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും അപ്പോൾ എക്സ്പെക്ടേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിസ് കർവ് ഇൻ മാക്രോ എക്കണോമിക് മോഡലിൽ ഇദ്ദേഹത്തിൻ്റെ നോട്ടസിൻ്റെ മോഡലിൽ PT that means inflation is a function of UT unemployment plus lambda P raised to ET എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ ഓക്കെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ലാംഡ അപ്പോൾ this is Phillips curve which is equal to PT is equal to function of UT price level is equal to a function of UT plus expected inflation with a coefficient okay ഇനി അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് PT
P raised to et minus P raised to et minus 1 current inflation minus previous inflation into alpha into pt minus 1 p p p raised to e t minus 1 lambda alpha is greater than 0. This is adaptive expectation hypothesis. Denote here. In equilibrium condition in Nordes equation, Nordes framework, pt is equal to p raised to et. That means actual current inflation is equal to expected inflation. That is natural rate of unemployment. That is മാക്രോ എക്കണോമിക് ഫ്രെയിം വർക്ക്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, അതിന് ടീച്ചർ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടാവും. ദിസ് ഈസ് ദ ഇനി ലോങ് റൺ ഫിലിസ് കർവ് ട്രേഡ് ഓഫ് ഇദ്ദേഹത്തിൻ്റെ മോഡൽ എങ്ങനെയാണ്? പി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് യു ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ. ഓക്കെ, ഇനി നോട്ടസ് അസ്യൂംസ് ദാറ്റ് lambda is less than 1 but greater than 0. ഓക്കെ, ഈ ലാംഡ അദ്ദേഹത്തിൻ്റെ ലാംഡ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ഇതിലുള്ള ലാംഡ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മാക്രോ എക്കണോമിക് ഫ്രെയിം വർക്കിൽ ലാംഡ. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോഎഫിഷ്യൻ്റാണ് ലാംഡ, വിച്ച് yields a long run Phillips curve which is less favorable than അല്ലെങ്കിൽ സ്റ്റീപ്പർ ദാൻ ദ ഷോർട്ട് റൺ ഫിലിസ് കർവ്. ഇത് ലെസ് സ്റ്റീപ്പറാണ്. ഓക്കെ, അല്ലെങ്കിൽ ലെസ് ഫേവറബിൾ ലെസ് സ്റ്റീപ്പറാണ് പിന്നെ ലോങ് റൺ ഫിലിസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് സി ദ ഫിഗർ, ദ ഷോർട്ട് റൺ കർവ്സ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ എസ് ജി, എസ് ഡബ്ല്യു, എസ് എം. കണ്ടോ ഫിഗർ നോക്കൂ, എസ് ജി, എസ് എം, എസ് ഡബ്ല്യു. And the position of each curve depends on the expected rate of inflation. P raised to E ആണ് ഇതിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത്. ഓക്കെ, the long run Phillips curve, see the long run Phillips curve LRPC, that means long run Phillips curve. ഫിഗർ നോക്കൂ, 10.3 ഫിഗർ നോക്കൂ, LRPC is the long run Phillips curve. Okay, if the lambda coefficient is unity, suppose lambda coefficient is equal to 1 ആണെങ്കിൽ the Phillips curve becomes a vertical line in the natural rate of unemployment. ലാംഡ 0 ആണെങ്കിൽ, സോറി 1 യൂണിറ്റി അല്ലെങ്കിൽ 1 ആവുകയാണെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും ഇത് പിന്നെ ഫിലിസ് കർവ് vertical ആയിരിക്കും. മറ്റേത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഇസ് ഈക്വലിബ്രിയം പോയിന്റ്. പി ടി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആക്ച്വൽ ഇൻഫ്ലേഷൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ ദിസ് ഇസ് എ സിറ്റുവേഷൻ ഓഫ് മാക്രോ എക്കണോമിക് ഫ്രെയിം വർക്ക് ഓഫ് നോർഡസ്. ഇനി ഒപ്റ്റിമം ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, given assumption N4 already നമ്മൾ പറഞ്ഞു about the assumption about the voting preference function of voters. The social welfare function, അപ്പോൾ സൊസൈറ്റിയുടെ മൊത്തം വെൽഫെയർ ഫങ്ഷൻ ഓഫ് ദ പോളിസി മേക്കേഴ്സ് വിൽ ബി ദ ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദ അഗ്രിഗേറ്റ് വോട്ടിംഗ് ഫങ്ഷൻ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻ ഈസ് എന്തായിരിക്കും? അതൊരു ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് വോട്ടിംഗ് ഫംഗ്ഷൻ്റെ ഡിസ്കൗണ്ടഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് പൊളിറ്റിക്കൽ കൺസ്ട്രൈൻസ് എ സോഷ്യൽ പ്ലാനർ വിൽ സീക്ക് ടു മാക്സിമൈസ് ദ വെൽഫെയർ ഫംഗ്ഷൻ ഗിവൺ ബൈ ഇക്വേഷൻ സബ്ജക്റ്റ് ടു ദി മാക്രോ എക്കണോമിക് കൺസ്ട്രൈൻസ് ഗിവൺ ബൈ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു സോഷ്യൽ പ്ലാനർ അല്ലെങ്കിൽ ഇവർ പൊളിറ്റീഷ്യൻസ് എപ്പോഴും എന്താ ചെയ്യാറ്? ദേ വിൽ ട്രൈ ടു മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻ. ആ ഇക്വേഷൻ താഴെ കൊടുത്ത ഇക്വേഷൻ വരിക, ദാറ്റ് ഈസ് സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻ മാക്സിമൈസ് സബ്ജക്റ്റ് ടു മാക്രോ എക്കണോമിക് കൺസ്ട്രൈൻറ്റ്. ഓക്കെ, കൺസ്ട്രൈൻറ്റ് മേ ബി ദ റിസോഴ്സസ് സംതിങ്. നമുക്കറിയാം എപ്പോഴും എന്താ വെച്ചാൽ വി മാക്സിമൈസ് ഈ യൂട്ടിലിറ്റി, പിന്നെ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ വി മാക്സിമൈസ് അവർ സാറ്റിസ്ഫാക്ഷൻ ബേസ്ഡ് ഓൺ അവർ കൺസ്ട്രെയിൻ എന്ന് പറയുന്ന അവിടെ ബജറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എന്തുണ്ടാവും?
ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ വിൽ മാക്സിമൈസ് ദി ദാറ്റ് ഫോളോയിങ് ഇക്വേഷൻ. ഓക്കെ, there are several possible outcomes depends on the policy maker's choice of discount. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇക്വേഷൻ ഞാൻ പറഞ്ഞു, W is equal to 10 to 0 to 10 to infinity is a function of ut pt e raised to rt dt. ദാറ്റ് ഈസ് ഇക്വേഷൻ. അങ്ങനെ നിങ്ങൾ കാണാൻ പഠിക്കും. ഇവിടെ ഇതാണ് അവരുടെ വെൽഫെയർ ഫങ്ഷൻ. ഓക്കെ, വെൽഫെയർ ഈസ് എ ഫങ്ഷൻ. അപ്പോൾ 0 10 to ഇൻഫിനിറ്റി എന്നുള്ളൂ. ബാക്കി ഫങ്ഷനും യു ടി പി ടി, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ആർ ഇസ് എ ഡിസ്കൗണ്ട്, ആർ ടി ഇ റേസ് ടു ആർ ടി ഡി ടി. ഓക്കെ, അപ്പോൾ ആറ് ഒരു പ്രധാനപ്പെട്ട ഒരു കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ചോയ്സ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ് വേർ ഫ്യൂച്ചർ ജനറേഷൻ ആർ ഗിവൺ ദ സെയിം വെയ്റ്റ് അറ്റ് ദ കറണ്ട് ജനറേഷൻ. ആർ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ആറിന് 0 കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പോളിസി വെൽഫെയർ ഫംഗ്ഷനിൽ സപ്പോസ് ആർ ഇസ് ഈക്വൽ ടു 0, ആർ ടി കണ്ടേ, അതിൽ 0 ആണെങ്കിൽ ദ ഔട്ട്കം ഇൻഡിക്കേറ്റ് ബൈ അറ്റ് ജി. ഇപ്പോൾ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഔട്ട്കം ഇൻഡിക്കേറ്റ് അറ്റ് പോയിന്റ് ജി ആയിരിക്കും. ജി നോക്കൂ, സി ദ ഫിഗർ 10.3. ജിയിൽ എന്താ സംഭവിക്കുന്നത്, ഹിയർ ലോങ് റൺ ഫിലിസ് കർവ് ഈസ് ടാൻജൻറ്റ് ടു ദി അഗ്രിഗേറ്റീവ് വോട്ടിംഗ് ഫംഗ്ഷൻ V2. വോട്ടിംഗ് പ്രിഫറൻസ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ലോങ് റൺ ഫിലിസ് LRPCനെ ടാൻജൻറ്റ് ഉണ്ട്. ഏത് ടാൻജൻറ്റ് ചെയ്യുന്നു, V2 ടാൻജൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് മീൻ വോട്ടിംഗ് ഫംഗ്ഷൻ. പിന്നെ ആൻഡ് ദിസ് റെപ്രസെൻറ്റ് ദ ബെസ്റ്റ് സസ്റ്റൈനബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ് സസ്റ്റൈനബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ജി ആണ്. ഓക്കെ, അറ്റ് പോയിന്റ് ജി. നോട്ടസ് കാൾ ദിസ് ഔട്ട്കം ദ ഗോൾഡൻ റൂൾ പോളിസി സൊല്യൂഷൻ. അപ്പോൾ നോർഡൻ്റെ ഗോൾഡൻ റൂൾ പോളിസി സൊല്യൂഷൻ എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ജി ആണ്. അവിടെ എന്താണ്, അവിടെ ഇദ്ദേഹത്തിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. അത് കാരണം അവിടെ വോട്ടിംഗ് V2 ടാൻജൻറ്റ് ടു ദി ലോങ് റൺ ഫിലിസ് കർവ്. ഓക്കെ, LRPC. ഓക്കെ, അതാണ് ഗോൾഡൻ റൂൾ ഇൻ നോർഡസ് മോഡൽ. ക്ലിയർ ആണോ? ഇനി വിച്ച് ഇൻവോൾവ്സ് ഇൻഫ്ലേഷൻ ഇസ് ഈക്വൽ ടു PG. കണ്ടോ, PG ഇൻഫ്ലേഷൻ വളരെ ലോസ്റ്റ്, ഏറ്റവും കുറവുള്ള ഇൻഫ്ലേഷൻ PG സ്റ്റാർ. ഓക്കെ, PG. അൺഎംപ്ലോയ്മെൻറ്റ് UG. അൺഎംപ്ലോയ്മെൻറ്റ് ജിയുടെ നേരെ താഴെ UG. ഓക്കെ, where the policy makers care only about the current generation, that mean current generation, അത് കഴിഞ്ഞു. ഇതാണ് about first condition at point G. ഇനി at point M. G പോയിന്റ് പറഞ്ഞു, കർവ് നോക്കൂ, അറ്റ് പോയിന്റ് M കണ്ടോ. അപ്പോൾ അറ്റ് പോയിന്റ് M the policy makers care only about the current generation. M ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ കറണ്ട് എൻകംബൻസി പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, ദേ ഓൺലി പ്രിഫർ കറണ്ട് ജനറേഷൻ. Okay, actually they are pure myopic. Policy results in an outcome indicated at this point. Okay, where ഈ M എന്ന പോയിന്റിൽ SM is at a tangent to V4. SM നമ്മുടെ വോട്ടിംഗ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് V4ന് is tangent at V4 ആണ് അവിടെ. ഓക്കെ, ടാൻജൻറ്റ്. ഇൻ അതർ വേർഡ്, മയോപിക് പോളിസീസ് വിച്ച് ഇഗ്നോർ ദ വെൽഫെയർ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ലീഡ്സ് ടു ഹൈ ഇൻഫ്ലേഷൻ PM. അത് ഫ്യൂച്ചർ ജനറേഷനെ പരിഗണിക്കാത്തത് കൊണ്ട് ദാറ്റ് മീൻ ദ മയോപിക് പോളിസിയാണ്. അതുകൊണ്ട് അവിടെ വി വിൽ ഹാവ് വെരി ഹൈ ഇൻഫ്ലേഷൻ, ദാറ്റ് മീൻ P-M. അത്ര ഇൻഫ്ലേഷൻ ഉണ്ടാവും. ആൻഡ് ലോ അൺഎംപ്ലോയ്മെൻറ്റ് at UM.
ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറവായിരിക്കും. ഇതൊരു ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണ് നോട്ടസ് മോഡൽ. എം പ്രിഫർ ചെയ്താൽ അവിടെ ഫ്യൂച്ചർ ജനറേഷന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അപ്പോൾ ഗോൾഡൻ റൂളിനേക്കാൾ ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെയാണ്. ഈ മയോപിക് പോളിസീസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനെ പ്രിഫർ കൊടുക്കാത്ത പോളിസീസ് ആയി അറ്റ് പോയിന്റ് എം ഉണ്ടല്ലോ, അവിടെയാണ് അതിന് കൂടുതൽ ലോ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളത്. ഓക്കെ, മറ്റൊരു കേസ് എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ഡബ്ല്യു. സി ദ കർവ് 10.3 അറ്റ് പോയിന്റ് ഡബ്ല്യു പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് ഡബ്ല്യു വേർ പോളിസി മേക്കേഴ്സ് കെയർ അബൌട്ട് ബോത്ത് ജനറേഷൻ. ദാറ്റ് മീൻ അവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അതാണ് ആൻ ഔട്ട്കം നോഡസ് റെഫേഴ്സ് ടു ആസ് ദ ജനറൽ വെൽഫെയർ ഒപ്റ്റിമം. അപ്പോൾ ജനറൽ വെൽഫെയർ ഒപ്റ്റിമം എന്നുള്ള പോയിന്റ് റീച്ച് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അങ്ങനെയായാൽ കിട്ടുന്ന പോയിൻ്റാണ് ജനറൽ വെൽഫെയർ ഒപ്റ്റിമം റിസൾട്ട്. ഇൻ ദിസ് കേസ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് UW, പ്രൈസ് ലെവൽ ഈസ് P-W. താങ്ക് യു. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ ബേസിക് നോർഡസ് മോഡൽ. അപ്പോൾ 2 തവണ കേൾക്കുക, കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉള്ള തിയറിയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എനിവേ, താങ്ക് യു. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് കുറേ കാര്യങ്ങളുണ്ട്, അതിലോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ദിസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് നോട്ടസ് പൊളിറ്റിക്കോ ഇക്കണോമിക് മോഡൽ. താങ്ക് യു.